നൽകിയ ശബ്ദം നൽകിയ നിനക്ക് നടക്കാനും ഇരിക്കുവാനും കഴിക്കുവാനും കുടിക്കുവാനും നിന്നെ പഠിപ്പിച്ചു തന്ന നിന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടോ ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ ശത്രുതാപരമായ സ്നേഹത്തിന്റെ മുന്നിൽ ലാഞ്ചനയോട് ചതിക്കുഴിയിലേക്ക് കടന്നുപോയ പെങ്ങളെ അന്യപുരുഷന്റെ മുഖത്ത് നോക്കി സ്നേഹമെന്ന് പറയുന്നതല്ല, നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മയോട് സ്നേഹമെന്ന് പറയാ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്നേഹമല്ലേ പ്രിയപ്പെട്ട ഉമ്മ. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും തൊടുത്ത് വളർത്തലും അവളാണേ. ഇവനോട് കാര്യം വാപ്പയിൽ ഒഴിവാണേ. പാതിരാവിന്റെ സമയത്ത് നിനക്ക് താരാട്ട് പാടിത്തന്ന നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഉമ്മിച്ച ഇന്നലെ കണ്ട പെണ്ണിന്റെ സൗന്ദര്യത്തെക്കാൾ ഇന്നലെ കണ്ട പെണ്ണിന്റെ മാറത്തിളമ്പുകളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്റെ ഉമ്മിച്ചയാണ്, എന്റെ ഉമ്മയോടാണ്. എന്റെ ഉമ്മയോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയാൻ എന്റെ കൈപിടിച്ച് നടത്തിയ, എനിക്ക് സ്നേഹം തന്ന, എനിക്ക് ആഹാരവും അന്നവും കുടിയും തന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ കൂട്ടുകാരെക്കാൾ എനിക്ക് വേണ്ടപ്പെട്ടവരെക്കാൾ എനിക്ക് ഏറ്റവും സ്നേഹം എന്റെ ഉപ്പയോടാണെന്ന് പറയാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ പൊന്നുമോനെ? ഒരു ശരീരം പോലെ റൂമിനകത്ത് കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരം സ്നേഹം കൈമാറാ, അത് വാക്കുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, അത് സംസാരത്തിൽ കഴിഞ്ഞിട്ടില്ല, അത് പ്രവൃത്തിയിൽ കഴിഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നായകൻ പറയുന്നു അത് പരസ്പരം പറയണമെന്ന, അത് പരസ്പരം പരസ്യമായി പറയണമെന്നാണ് ലോകത്തിന്റെ നായകരെ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിക്കകത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇൽമ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോ മദീന പള്ളിയിലൂടെ ഒരു പുരുഷനങ്ങ് നടന്നു പോകുകയാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോ ഹബീബായ തങ്ങളുടെ സദസ്സിലിരുന്നൊരു സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അല്ലാഹുവിന്റെ ഹബീബേ, ഇന്നി യഉഹിബ്ബു ഹാദാ. ഇപ്പോ നടന്നുപോയ മനുഷ്യനില്ലേ, അല്ലാഹുവിന്റെ റസൂല് കണ്ട ആ മനുഷ്യനില്ലേ, ആ മനുഷ്യനെ ഞാൻ വല്ലാതെ ഇഷ്ടപ്പെടുന്നു നബിയേ, ഇഷ്ടപ്പെടുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അഅലംബഹു, ആ മനുഷ്യനോട് സ്നേഹമാണെന്ന്, ആ മനുഷ്യനോട് ഇഷ്ടമാണെന്ന്, ആ മനുഷ്യനോട് നീ പറഞ്ഞുവോ, പറഞ്ഞുവോ? അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇല്ല യാ റസൂലല്ലാഹ്, ഞാൻ പറഞ്ഞിട്ടില്ല നബിയേ, പറഞ്ഞിട്ടില്ല നബിയേ, പറയാൻ എന്റെ മനസ്സനുവദിച്ചില്ല നബിയേ, എനിക്കത് പറയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നബിയേ, കഴിഞ്ഞിട്ടില്ല. എന്റെ മക്കൾക്ക് 15 വയസ്സായി, എന്റെ മക്കൾക്ക് 14 വയസ്സായി, എന്റെ പൊന്നമോന് വിവാഹ പ്രായമായിട്ടുണ്ട്, ഇതുവരെ എന്റെ പൊന്നമോനോട് എനിക്ക് നിന്റെ സ്നേഹമാണെന്നൊരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സുകൊണ്ട് വിലപിക്കുന്ന ചെറുപ്പക്കാരാ, എന്ന് മനസ്സുകൊണ്ട് വിലപിക്കുന്ന ഉപ്പമാരെ, പ്രസവിച്ചതും താരാട്ട് പാടിയതും പാല് കൊടുത്തതും എല്ലാം നീ തന്നെയാണ് പെങ്ങളെ. പക്ഷേ മക്കളോട് സ്നേഹമുണ്ടെന്ന് പറയാൻ, മക്കളോട് ഇഷ്ടമുണ്ടെന്ന് പറയാൻ എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, നിനക്കിതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ആ സ്വഹാബിയോട് പറഞ്ഞു, എങ്കിൽ സമയം കളയണ്ട, ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ഓടിച്ചെന്നിട്ട് പറയണം, ഇന്നീ ലൗഹിബ്ബു ഫില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അല്ലാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടിയിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണടോ, ഇഷ്ടമാണടോ എന്ന് പറയാ ലോകത്തിന്റെ നായകരെ മുഹമ്മദ് റസൂലുള്ളാഹ്. എവിടെയാണ് സഹോദര സ്നേഹത്തിന് ജാതി വന്നത്? എവിടെയാണ് മതം വന്നത്, വർണ്ണം വന്നത്, വർഗം വന്നത്, ഭാഷയും ദേശവും വന്നത് എവിടെയാണ്?
സ്നേഹത്തിന് മതമില്ല മോനെ, മതമില്ല. സ്നേഹത്തിന് മതമില്ലല്ലോ, മതമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. എവിടെയാണ് സ്നേഹത്തിന്, എവിടെയാ മതം? സ്നേഹത്തിന് എവിടെയാ വർഗവും വർണ്ണവും ദേശവും ഭാഷയൊക്കെ എവിടെയാ വന്നത്? സുബ്ഹാനല്ലാഹ്. റോഡിൽ തെരുവിൽ ആർക്കും വേണ്ടാതെ കളഞ്ഞ പാത്തുമ്മ എന്ന 61 വയസ്സുകാരിയായ പടുവൃദ്ധയായ ഒരു സ്ത്രീ, ഒരു ഉമ്മ റെയിൽവേ ട്രാക്കിൽ ആർക്കും വേണ്ടാതെ കിടന്നപ്പോ ആ ഉമ്മയാണ് ഒരു ഹൈന്ദവയായ സ്ത്രീ, 42 വയസ്സുകാരിയായ ഹൈന്ദവയായ ഒരു സഹോദരി. ആ ഉമ്മയെ റെയിൽവേ ട്രാക്കിൽ നിന്നും എടുത്തുകൊണ്ട് വീട്ടിൽ പോയി സ്നേഹിച്ച് പരിപാലിച്ച് സ്നേഹവും കൊടുത്തു, അന്നവും കൊടുത്ത് നോക്കി വളർത്തി. ഒരു പരുവത്തിൽ നിന്ന് അവര് സുബ്ഹാനല്ലാഹ് ആ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരിയുടെ വീടിനകത്ത്, റൂമിനകത്ത് ആ ഉമ്മയ്ക്ക്, ആ ഉമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ച്